ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൽ വിനയത്തോടെ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ പഠിപ്പിക്കുന്നത് യേശു കർത്താവ് മറിയയോടും യോസേഫിനോടും ചേർന്ന് യെരുശലേം ദേവാലയത്തിൽ പതിവുപോലെ പെസഹയുടെ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് പോകുന്ന സന്ദർഭമാണ്. ഈ ഭാഗത്തിൽ ശ്രദ്ധിക്കുവാൻ കഴിയുന്ന 1-2 കാര്യങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ ചിന്തയ്ക്ക് ഞാൻ വയ്ക്കട്ടെ. സാധാരണ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മോടൊപ്പമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, നാം ആയിരിക്കുന്ന ഉത്സവ ഇടങ്ങളിലോ മറ്റ് തിരക്ക് പിടിച്ച അനുഭവങ്ങളിലോ കാണാതായാൽ അവരെ കണ്ടു കിട്ടുന്നത് ഒന്നുകിൽ കുട്ടികളുടെ ഇടയിൽ കളിക്കുന്നവരായിട്ടോ, അല്ലെങ്കിൽ കളിപ്പാട്ട കടകൾ സന്ദർശിക്കുന്നവരായിട്ടോ, അല്ലെങ്കിൽ മറ്റ് കളികൾ നടക്കുന്ന ഇടങ്ങളിലോ, അല്ലെങ്കിൽ ഭയപരവശരായി തീർന്ന അനുഭവത്തിലോ ഒക്കെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരു പരിധിവരെ കണ്ടു കിട്ടുന്നത്. എന്നാൽ വ്യത്യസ്തമായി യേശുവിനെ മറിയയും യോസേഫും കണ്ടെത്തുന്നത് യെരുശലേം ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലാണ്. യെരുശലേം ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, യേശുവിനെ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഈ മറിയയും യോസേഫും കണ്ടെത്തുന്നത് 3-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസം. 1, 2, 3 ദിവസങ്ങൾ കടന്നുപോയിട്ടും ബാലനായ യേശുവിന് അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞു എന്നുള്ള ഭയമോ, വീട്ടിലേക്ക് പോകുവാൻ കഴിയുന്നില്ല എന്നുള്ള സങ്കടമോ ബാധിക്കാതെ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ, വേദപരിജ്ഞാനമുള്ളവരുടെ നടുവിൽ അവരോട് ചോദിക്കുകയും അവരിൽ നിന്ന് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയായിട്ട് നാം കണ്ടെത്തുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് ഈ കുട്ടി 12 വയസ്സുകാരൻ യേശു യെരുശലേം ദേവാലയത്തിൽ തന്നെ ഇങ്ങനെ ആയിരിക്കുന്നു? ഞാൻ പറയട്ടെ, തീർച്ചയായും അവനവൻ്റെ അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭവനത്തേക്കാൾ, പ്രിയപ്പെട്ടവരെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ദൈവം. യേശു കർത്താവ് പറയുന്ന മറുപടി, അതും 12 വയസ്സിൽ, മറുപടി ഇപ്രകാരമാണ്: എൻ്റെ പിതാവിനുള്ളയിടത്ത് ഞാൻ ഇരിക്കേണ്ടത് അല്ലയോ എന്നുള്ള ചോദ്യം. എൻ്റെ പിതാവിന് ഉള്ളയിടത്താണ് ഞാൻ ഇരിക്കേണ്ടത്. പിതാവിന് ഉള്ളയിടത്ത്, ദൈവത്തെ പിതാവായി ഏറ്റെടുക്കുന്ന ആ ചെറുപ്രായം. അതുകൊണ്ട് തന്നെ മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തനായി മതിമറന്ന് ദൈവാലയത്തിൽ, ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ ഉപദേശിക്കുന്ന, പഠിപ്പിക്കുന്ന ഇടത്ത് ഇരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെത്രമാത്രം ദൈവത്തോട്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ, പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ മതിമറന്നിരിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് എന്ന് ചിന്തിക്കണം. പലപ്പോഴും ഈ ലോകത്തിലെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ചിന്തകളായി, ആകുലതകളായി കടന്നു വരുന്നത് കൊണ്ട് തന്നെ ദൈവീക കാര്യങ്ങളിൽ നാം മടുപ്പ് കാട്ടുകയോ, അല്ലെങ്കിൽ അതിന് പരിമിതി വയ്ക്കുകയോ, അല്ലെങ്കിൽ അതിൽ കുറവ് വരുത്തുകയോ ചെയ്യുന്നവരായിട്ടാണ് നാം പരമാവധി ജീവിതങ്ങൾ നാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശു കർത്താവ് പഠിപ്പിക്കുന്ന ഒരു അനുഭവം ഇങ്ങനെയാണ്. ദൈവസന്നിധിയിൽ ദൈവത്തിന് അത്രമാത്രം പ്രാധാന്യം നൽകിയതുകൊണ്ട് മറ്റെല്ലാം മറന്ന് ദൈവീക കാര്യത്തിൽ, അല്ലെങ്കിൽ ദൈവീക വചന പഠനത്തിൽ മതിമറന്നിരിക്കുന്ന അനുഭവം നമുക്ക് എങ്ങനെ ഈ ഒരു തലത്തിലേക്ക് ചേരുവാനായിട്ട് കഴിയും? എല്ലാറ്റിൻ്റെയും ഉടവനായ, എല്ലാത്തെയും നമുക്ക് നൽകുന്ന, എല്ലാ തലങ്ങളിലും നമ്മെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തെ നമ്മുടെ പ്രിയപ്പെട്ടവനായി നമുക്ക് എപ്പോഴാണോ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്, ആ നിമിഷം മുതൽ നമുക്ക് അത്തരത്തിലൊരു ജീവിതം സംജാതമാകും. അതുകൊണ്ടാണ് പണ്ട് പാട്ടുകാരൻ ഇങ്ങനെ പാടി വച്ചത്: ഈ മണ്ണെ പ്രതി മാണിക്യം കൈവിടുകില്ല ഞാൻ. മണ്ണെ പ്രതി, ഈ ലോകത്തെ പ്രതി, ഭൗതികതയെ പ്രതി, ലൗകിക സുഖങ്ങളെ പ്രതി യേശുവാകുന്ന, കർത്താവാകുന്ന, ദൈവമാകുന്ന മാണിക്യത്തെ കൈവിടില്ല. ആ മാണിക്യം കൈവിടാതെ മതിമറന്ന്, മറ്റെല്ലാം മറന്ന് കർത്താവിനോട് ചേർന്നുള്ള ഒരു ജീവിതം നമുക്കും സാധ്യമാകട്ടെ. നമുക്കൊരുമിച്ച് അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. അത് ദൈവം നമുക്ക് നൽകും. എല്ലാവിധ ഭാവുകങ്ങളും. ആമേൻ.